എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെന്നൈയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വമ്പൻ ലീഡ്. ഇന്ന് ഇന്ത്യയുടെ ഇന്നിംഗ്സ് 376 റൺസിൽ അവസാനിച്ചപ്പോൾ ബംഗ്ലാദേശ് ഇന്നിംഗ്സ് വെറും 149 റൺസിന് എറിഞ്ഞൊതുക്കി ഇന്ത്യ 227 റൺസിന്റെ ലീഡാണ് നേടിയെടുത്തത്. 47.1 ഓവറിലാണ് ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആയത്. 32 റൺസ് നേടിയ ഷാക്കിബ് അൽ ഹസനാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ. ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 4, ആകാശ് ദീപ്, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ് എന്നിവർ 2 വീതം വിക്കറ്റ് നേടി. 27 റൺസുമായി മെഹ്ദി ഹസൻ മിറാസ് പുറത്താകാതെ നിന്നു. ഇന്നലെ ഇന്ത്യൻ ബാറ്റിംഗിൽ മികച്ച പ്രകടനം നടത്തിയ അശ്വിനും ജഡേജയും ഇന്നത്തെ ആദ്യ സെഷനിൽ തന്നെ ഔട്ട് ആയതോടെ ഇന്ത്യ 376 റൺസിന് ഓൾ ഔട്ട് ആയി. 133 പന്തിൽ 113 റൺസ് ആണ് അശ്വിൻ അടിച്ചുകൂട്ടിയത്. ജഡേജ 86 റൺസും നേടി. ബൗളിംഗിൽ ബുംറ പിടിമുറുക്കിയതോടെ ബംഗ്ലാദേശ് ഇന്ത്യയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുകയായിരുന്നു. ഇന്ന് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിലും രോഹിത് ആദ്യം തന്നെ പുറത്തായി. 5 റൺസ് നേടിയാണ് രോഹിത് പുറത്തായത്. തൊട്ടു പിന്നാലെ തന്നെ ജയ്സ്വാളും പുറത്തായത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി. നിലവിൽ ഇപ്പോൾ ഗില്ലും പന്തുമാണ് ക്രീസിൽ. ഇന്ത്യ ഓൾറെഡി 308 റൺസിന്റെ ലീഡ് നേടിയിട്ടുണ്ട്. നാളെ കൂടെ ഇന്ത്യ ബാറ്റ് ചെയ്താൽ 500+ റൺസ് ഇന്ത്യ ലീഡ് നേടാനാണ് സാധ്യത. മികച്ച ബൗളിംഗ് നിര ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ആദ്യ ടെസ്റ്റിൽ റെക്കോർഡ് വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കും. എന്തായാലും ചെന്നൈയിൽ ഇന്ത്യ ഇപ്പോൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.